അവകാശമുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രം ഭേദഗതി ചെയ്യാനും കഴിയും. സംസ്ഥാന സർക്കാരിനാവട്ടെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതുതരം പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അവയെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ അവകാശമുള്ളതാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ മാത്രമേ പദ്ധതി നടപ്പിലാകൂ എന്നതാണ് അവസ്ഥ. ഈ നടപടി ഇപ്പോൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് UDF വ്യക്തമാക്കേണ്ടത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സാഹചര്യത്തിലും ഉപേക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ പദ്ധതി. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാനാവില്ല എന്ന് സർക്കാരിന് എവിടുന്നെങ്കിലും നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും അറിയുന്നത് നല്ലതാണല്ലോ. പുതിയ അഡ്വക്കേറ്റ് ജനറൽ അത്തരം ഒരു ഉപദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. കേരളത്തിന് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി പണം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നതായി കണ്ടു. മുഖ്യമന്ത്രിയുടെ ആ വാദത്തിൻ്റെ യാഥാർത്ഥ്യം അതിൽ വ്യക്തതയുള്ളതാണല്ലോ. എന്തിനാണ് വസ്തുതാവിരുദ്ധമായൊരു കാര്യം അദ്ദേഹം പ്രസ്താവിക്കാൻ പോയത്? പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യവും മറുപടിയും രഹസ്യമല്ലല്ലോ, പരസ്യമല്ലേ. അതിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് PM ശ്രീയുടെ പണം നൽകിയിട്ടില്ല എന്നാണല്ലോ മറുപടി പറഞ്ഞത്. അങ്ങനെ വ്യക്തത വന്ന ശേഷം വസ്തുതാവിരുദ്ധമായ കാര്യം ഉന്നയിക്കുന്നത്, അതും മുഖ്യമന്ത്രി തലത്തിൽ ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിന് കിട്ടിയത് SSK ഫണ്ടാണ്. ഇതിന് PM ശ്രീയുമായി ഒരു ബന്ധവുമില്ല. SSK ഇനത്തിൽ കിട്ടിയ ഈ ഫണ്ട് പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട യൂണിഫോം, പാഠപുസ്തകം, ഈ ഇനങ്ങളിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നിലയാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, PM ശ്രീ ധാരണാപത്രപ്രകാരം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അത് സ്വീകരിക്കാതെ, അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കാതെ കേവലമൊരു ധാരണാപത്രം ഒപ്പിട്ടതിൻ്റെ പേരിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞുവെക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം, അതിൻ്റെ ഭാഗമായി 1158 കോടി രൂപയുടെ ഫണ്ടാണ് കേരളത്തിന് ആ ഘട്ടത്തിൽ നഷ്ടമായിരുന്നത്. അപ്പോൾ PM ശ്രീയിൽ കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും എന്നതിൻ്റെ ഉദാഹരണവും
നമ്മുടെ രാജ്യത്തുള്ളതാണ്. പഞ്ചാബിൻ്റെ അനുഭവം നേരത്തെ ഉന്നയിച്ചതാണ്. 2022 ഒക്ടോബറിലാണ് PMC പദ്ധതിയിൽ ധാരണാപത്രം പഞ്ചാബ് സർക്കാർ ഒപ്പുവെക്കുന്നത്. അത് കഴിഞ്ഞ് 9 മാസങ്ങൾക്ക് ശേഷം 2023 ജൂലൈയിൽ ഔദ്യോഗികമായി തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന നില സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്മാറാൻ കഴിയാത്ത ഒന്നാണ് എന്ന വാദം ശരിയല്ല എന്നതാണ്. വേറൊരു പ്രശ്നം കേരളം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനാചരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ നേരിട്ട് സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നടപടി, ഇത് ഭരണഘടനാ കീഴ്വഴക്കങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ്. ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഗവർണർ ഒരു സമാന്തര അധികാര സ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല ഫെഡറൽ അധികാരങ്ങളുടെ ലംഘനവുമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ സർക്കാർ വകുപ്പ് മേധാവികളെ നേരിട്ട് വിളിച്ച് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത്? അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായി സംജാതമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊന്നും കണ്ടില്ല. നമ്മുടെ സർക്കാർ, പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ, അതിനുശേഷം സംഘപരിവാർ വിധേയത്വം വല്ലാതെ കാണിക്കുന്നു എന്ന പൊതു ആക്ഷേപം നാട്ടിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കിട്ടിയ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഗവർണറും തയ്യാറാകുന്നത് എന്നാണ് തോന്നുന്നത്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ അന്തസ്സാണ് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ഒരു പഴയ കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2024 മുൻ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായി അന്നത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകുമല്ലോ. അന്ന് എഴുതിയ കത്തിൻ്റെ പകർപ്പും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും ലഭ്യമാവുകയും ചെയ്യും.